പപ്പ രാവിലെ ഒരു ഭയങ്കര ടെൻഷനിലാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞോ, ഞാൻ ചോദിച്ചു നോക്കി പറഞ്ഞില്ല. പപ്പ എനിക്ക് തോന്നുന്നു മിക്കവാറും ഗ്രേസും ജോലിയും കൂടെ അടിച്ച് പിരിഞ്ച് കാണും. ആവശ്യമില്ലാതൊന്നും പറയാതെ. അത് നീ സിംഗിൾ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു. ഒറ്റത്തടിയാ അസൂയക്കാരൻ. ഒരു കാര്യം പറഞ്ഞ തമാശ പത്രത്തിൽ നിന്ന് വായിച്ചാണ് ഒരു പപ്പായി. എനിക്കിപ്പോ പപ്പായുടെ താളത്തിനൊപ്പം തുള്ളാനുള്ള മനസ്സിലായില്ല. ഐ എം വെരി സ്ട്രെസ്ഡ്. ജസ്റ്റ് ലീവ് മീ അലോൺ. നേരം വെളുത്ത് ഇത്ര നേരമല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് എനിക്ക് പ്രശ്നം തുടങ്ങിയ വെയിൽ തല അടിക്കേണ്ടി തുടങ്ങണ്ടേടാ. പപ്പായി പ്ലീസ്. മോനെ പ്രശ്നം എന്താണെന്ന് പറ. നിന്റെ പ്രായം കഴിഞ്ഞാണ് പപ്പ വന്നത്. അതൊരു കാര്യം പറ. എന്ത് പ്രശ്നം നീ പപ്പയെടുത്ത് പറ. പപ്പയുടെ അടുത്തിരിക്കും. വാ. എന്തിനാണ് മോനെ വാ. അതെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാലല്ലേ പപ്പയ്ക്ക് പരിഹരിക്കാൻ പറ്റൂ. പ്രശ്നം എന്താണ് പപ്പായി? റിലാക്സ് ആവ്. എനിക്കൊന്നും പറയാനില്ല. പപ്പ ഇത് എങ്ങോട്ടാണ് പോണത്? കസര കളിക്കണോ പപ്പായ? ഞാൻ ടെൻഷൻ അടിച്ചിരിക്കാന്ന് പറഞ്ഞില്ലേ എന്നോട് വന്നിട്ട്. ഗ്രേസി പൊട്ടന്റെ മുഖത്തോക്ക് പറഞ്ഞു ഞാൻ ഒട്ടും റൊമാൻറ്റിക് അല്ലാന്ന്. അപ്പൊ എന്റെ അടുത്തൊന്ന് പരാതി പറഞ്ഞു കരഞ്ഞോണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിന്റെ മമ്മി ഞാനായിട്ടുള്ള റൊമാൻസ് സീറ്റ് കാണിക്കുമ്പോ നിനക്ക് മനസ്സിലാവും എങ്ങനെയാണ് റൊമാൻസ് പഠിക്കുന്നത്. പപ്പ എന്നെ എന്തിനു പറയണത്? ഞാൻ അവിടെ മിണ്ടാണ്ടിരുന്നല്ലേ. ഞാൻ റൊമാൻസ് കാണിച്ചു തരാൻ അവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് പോയി അടിയും മേടിച്ചിട്ട് വന്നു. എല്ലാ ആളും കെട്ടിട്ടുണ്ട് പെട്ടുകൊടുത്തു. ചിരിക്കല്ലേ പപ്പായി ഒന്നും പറ്റിയില്ല. പിന്നെ കവടം തടവിക്കൊണ്ടിരിക്കും. അത് ഞാൻ ഒന്ന് പറയിപ്പിക്കല്ലേ. ഈ കൊല്ലം ഈ പൊട്ടൻ കാരണമാണ്. ഇവന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ ഗ്രേസ്. ഞാൻ പറയും ഇവൻ ഒട്ടും റൊമാൻറ്റിക് അല്ലെന്ന് പറയും. എനിക്കിത് മുമ്പേ തോന്നിയിട്ടുള്ളതാ. അലി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അലി കുറച്ച് ഇന്റലക്ച്വൽ ആണ്. അതുകൊണ്ട് ഈ വക പരിപാടിയൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ അല്ലല്ലോ ഗ്രേസ്, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ചോയ്സും ഡിഫറെന്റ് ആയിരിക്കും. അത് ശരിയാ. ജോജോ 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 ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. എടാ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെണ്ണ് കാണാൻ പോണം, പെണ്ണിനെ നിന്നെ ഇഷ്ടപ്പെടണം. എനിക്ക് ഇഷ്ടപ്പെടണ്ടേ? അല്ല നിന്നെ ഏത് പെണ്ണോ നിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നീ ഓക്കെയാണ്. അപ്പൊ ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. അതും ഒരു സത്യമാണ്. അപ്പൊ എന്ത് പറഞ്ഞ ജൂലിയമ്മയോട് പറയട്ടാ? ജൂലിയമ്മയോട് പറയട്ടാ നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറയട്ടാ? ഇപ്പൊ നീ സന്തോഷവനാണല്ലോ, സന്തോഷമായിട്ടല്ലേ ജീവിക്കണേ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് ഹണിമൂണിനൊക്കെ പോണ്ടേ? അവിടെ പോകും. അത് മുതലാളിയും ജൂലിയമ്മയും കൂടെ തീരുമാനിച്ചത്.
ജൂലി അവന് സമ്മതം. ആണോ? ഞാൻ കുര്യാപ്പ വിളിച്ച് പറയാം. കുര്യാപ്പ നല്ല ബന്ധം നോക്കി കൊണ്ടുവരുമല്ലോ. കുര്യാപ്പി ഫ്രാഡാണെന്നേ. അവൻ കൊണ്ടുവന്ന ഏതൊരു ബന്ധം നല്ലതായിട്ട് പോയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കുര്യാപ്പി നല്ലതേ കൊണ്ടുവരുള്ളൂ. ആ അത് പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, ഈ മാട്രിമോണി നോക്കാലോ. മാട്രിമോണി വേണ്ട, എനിക്ക് സാധാരണ കുടുംബത്തിൽ പെൺകുട്ടി മതി. ഈ കിഴങ്ങനെ കൊണ്ടാണ് കെട്ടിക്കാൻ പോണത്. പാവം. പിന്നെ മാട്രിമോണിയുടെ കാര്യമൊക്കെ ഞാൻ ജോജി ഏൽപ്പിക്കാം. അത് നല്ല വൃത്തി വെടുപ്പാട് ചെയ്യും. ഞാൻ കുര്യാപ്പി വിളിക്കാം. ശരി കണ്ട കല്യാണം കഴിക്കണൊക്കെ ശരി തന്നെ. ഒരിക്കലും ഒരു പെണ്ണിന് അടിമയാവരുത്. ഇല്ല മലയാളി, ഒരിക്കലും മലയാളിയെ പോലെ ആവൂല. ജോജോ എന്തോപ്പാ പാവനെ എന്താ എന്തേ? നമ്മുടെ വീട്ടില് പുതിയ ഒരു അതിഥി കൂടി വരാൻ പോകുന്നു. വീണ്ടോ പപ്പാ? അതൊന്നുമല്ല, ഡഗ്ലസിന്റെ കല്യാണാലോചന. ഡഗ്ലസ് അങ്കിളല്ലേ? ആ നിങ്ങളെ ജോജോ എല്ലാ മാട്രിമോണിയിലും രജിസ്റ്റർ ചെയ്യണം. ലോകത്ത് എവിടെയെങ്കിലും കഷ്ടകാലം പിടിച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് കാണും, അത് കറക്റ്റ് ആവുന്ന ഇവിടെ വീഴുകയും ചെയ്യും. ഞാൻ വിഴുന്നാ മതിയായിരുന്നു. അയ്യോ അല്ല, ഇത് രജിസ്റ്റർ ചെയ്യാൻ നല്ല ഫോട്ടോ വേണ്ടേ? ഫോട്ടോ എല്ലാം ഉണ്ടോ ഇതില്? ഒരു കാര്യം ചെയ്യും, നല്ല ഫോട്ടോ എടുക്കണം. അത് നേരെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഫോട്ടോ ഞാൻ എടുത്തോളാം. ഓക്കെ, എനിക്ക് കിട്ടുന്നേ. ഡഗ്ലസ് അങ്കിൾ പ്ലീസ് കം. ഞാൻ വരാം. കം. അങ്ങോട്ട് വാ. ഓ എന്തിരുന്നാണ് ഒറ്റടി. ഡഗ്ലസ് അങ്കിൾ ഒന്ന് ചിരിക്കൊന്ന്. ചിരിച്ചേ അങ്കിളെ, ചിരിച്ചേ. ആ അത് ജസ്റ്റ് ലൂസൺ യുവർ സെൽഫ്. ഒന്ന് ഫ്രീ ആവോ? മസ്റ്റിലേക്ക് വിട്, മസ്റ്റിലേക്ക് വിട്. ജസ്റ്റ് സൈഡ് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞേക്കോ. ഇങ്ങോട്ട് തിരി. എന്റെ പൊന്നു ഡഗ്ലസ് അങ്കിൾ, ഈ പണിക്ക് ഞാൻ ഇല്ലട്ടോ, വേറെ ആരെങ്കിലും ഇത് നമ്മുടെ ആവശ്യമായി പോയില്ലേ ഡഗ്ലസ് അങ്കിളെ? പ്രോപ്പറായി നിൽക്കണ്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലെയല്ലേ ഞാൻ നിൽക്കുന്നത്. ഓ ശരി, ഓക്കെ. ചെറുതായിട്ട് ചെരിഞ്ഞാ മതി, ചെറുതായിട്ട്. എന്നാ പിന്നെ സമയം കളയാതെ നമുക്ക് പെൺകുട്ടി അങ്ങ് വിളിക്കാം. വൈകിക്കല്ല കളിക്കാ, മോളെ വിളിക്ക്. മേരി, കൊച്ചിനെങ്ങനെ വിളിക്കേ? കുട്ടിയുടെ പേരെന്താ? ആൻ മരിയ. നല്ല പേരാ. ഡഗ്ലസേ, ശരിക്കും നോക്കിയോ കുട്ടിയെ? പിന്നെ കണ്ടില്ല എന്ന് പറയുന്നത് ശരിക്കും. ശരി ജുലിമാ. അല്ല, അപ്പോ പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലും ഞങ്ങൾ പറയുന്നതിനപ്പുറം അവൾക്കൊന്നുമില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെ സ്ഥിതിക്ക് ഞങ്ങള് വിളിച്ചറിയിക്കേട്ടാ. അല്ല, ഇവനും അങ്ങനെ തന്നെ. ജോലി പറഞ്ഞതിന്റെ അപ്പുറം ഇവനുമില്ല. അല്ല, അതിനാണല്ലോ ഞാൻ ഇവിടെ ഉള്ളത്. അപ്പൊ പെണ്ണും ചെറുക്കനും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി കാര്യങ്ങളൊക്കെ ഡബിൾ സ്പീഡായിരിക്കും. അപ്പൊ സാഹിബേ, നമുക്ക് ഇറങ്ങിയാലോ? പെട്ടെന്ന് കൊണ്ട് വരാൻ. ഇനി മേലെ ആവർത്തിക്കരുത്, ഫ്രണ്ടിൽ കൂടി വന്നോളാം. ഓക്കെ. കണ്ടത് മീൻ പിടിക്കാൻ പോയത്, വെള്ളം നിറഞ്ഞിടന്നു. നീ മീൻ പിടിക്കാൻ പോയോ? നമുക്ക് അറിഞ്ഞൂടല്ലോ മീൻ പിടിക്കാൻ. ബാക്കിയുള്ള എന്തിനാ പോയത്? കണ്ടോണ്ടിരിക്കാൻ. നമുക്ക് അറിഞ്ഞൂടല്ലോ. അവൻ നമ്മൾ അങ്ങനെ അല്ലല്ലോ വളർത്തിയത്. ഇതിന്റെ അകത്തിട്ട് വളർത്തിയോണ്ട് അവന് പുറത്തിറങ്ങാന്ന് അറിഞ്ഞൂടാ. മീൻ കിട്ടിയ മീൻ കിട്ടി, കുറച്ച് പരല് കിട്ടി. അത് ഷിബു കൊണ്ടുപോയി. ടയർ ഷിബു. അതെന്റെ ഒരു ഫ്രണ്ട്. എവിടെ താമസിക്കും? അവരൊക്കെ ഇവിടെ എടുത്ത്. ഈ ടയർ ഷിബുവിന്റെ അച്ഛനൊക്കെ എന്ത് ചെയ്യുന്നു? ജയിലില്. പാടറാ അതല്ലേ, ഏതോ കത്തിക്കുത്ത് കേസിനകത്ത്. നിനക്ക് നിന്റെ സ്റ്റാൻഡേർഡിൽ ആരുമില്ലടാ ഫ്രണ്ട്സ് ആയിട്ട്? മമ്മ, ഇവരൊക്കെ വലിയ സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. ഇവരൊക്കെ VIP ആണ്, കിടിലങ്ങളാണ് അവിടുത്തെ. ഷിബു, കുഞ്ഞാപ്പു, മീൻപിടുത്തക്കാര്, അവിടുത്തെ ഫേമസ് കത്തിക്കുത്തുകാര്, ഇതൊക്കെയാണ് നിന്റെ ഫ്രണ്ട്സ്. കത്തിക്കുത്ത് അവന്റെ അച്ഛൻ ചെയ്യുന്ന പറഞ്ഞു അവൻ എന്ത് ചെയ്യും?
അത് ശരിയാണ്. അച്ഛൻ ചെയ്തെന്നും പറഞ്ഞ അവൻ എന്ത് ചെയ്യാൻ? അച്ഛൻ അങ്ങനെ പിന്നെ മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്രെഡും പാലിപ്പുണ്ട്, ഇപ്പൊ എടുത്ത് കഴിക്കും. അയ്യോ എനിക്കൊന്നും വേണ്ട, വയറ് ഫുള്ള് ഫില്ലാണ്. നീ എന്ത് കഴിച്ച്? അത് ഷിബുവിന്റെ വീട്ടിനെ പഴങ്കഞ്ഞിയും തലേദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അതും പിന്നെ കുറച്ച് കാന്താരി മുളക് ഉടച്ചതും പിന്നെ പരൽമീൻ, ഉണക്ക പരൽമീൻ വളർത്തും എല്ലാം കൂടെ ചേർത്ത് ഒരു വീട്ടിൽ പിടിച്ച്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ബ്രെഡും പാലും ഞാൻ നാളെ തന്നാ മതിയാ? പഴയതാണല്ലോ ഇഷ്ടം. അയ്യോ ബ്രെഡ് ഇരുന്നാ പഴങ്കഞ്ഞി ആവൂല, അത് പൂത്തുപോത്തേ ഉള്ളൂ. അല്ല അല്ലെങ്കിൽ മമ്മ ഒരു കാര്യം ചെയ്യും, എനിക്ക് പാഴ്സലൊക്കെ തന്നോളൂ, ഞാൻ വൈകിട്ട് പോകുമ്പോ ഫ്രണ്ട്സിന് കൊടുത്തോളാം. നിന്റെ ലോക്കൽ ഫ്രണ്ട്സ് എടുത്ത് നീ പോകുമ്പോ നിനക്ക് ഞാൻ പാഴ്സൽ തന്നുവിടാടാ. നിർത്തിക്കേ, നീ വെറുതെ ഓവറാക്കല്ലേ. നീ ഇന്ന് വേണമെങ്കിൽ പോണെങ്കിൽ പോക്കോ, ബട്ട് ഫ്രം ടുമോറോ ഓൺവേർഡ്സ് യു വോണ്ട് ഗോ. നീ വീടിന് പുറത്തോട്ട് ഇറങ്ങത്തില്ല, കേട്ടല്ലോ? അയ്യോ അത് നടക്കൂല. ഞാൻ ഇന്നും പോവും, നാളെ പോവും, എല്ലാ ദിവസവും പോവും. അല്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയാൽ നിങ്ങളൊക്കെ ആര്? എന്നാ ഗോഡ് സർ വൈ ബ്രോ? ക്യൂട്ടിനും കൂടെ എടുത്തിട്ട് പുറത്തു. എന്താ പറഞ്ഞത്? ഞാൻ പോവും, ഞാൻ എഴുതിട്ടോളൂ. പിന്നല്ല നീ വീട്ടിൽ നിന്നല്ല, നീ റൂമിൽ നിന്നും പുറത്ത് പോയില്ലടാ. ബ്രോ ബ്രോ കളിക്കല്ലേ ബ്രോ, തുറ ഞാനാ തുറന്നിട്ട പോയിനെ. ബ്രോയിനെ ക്യൂട്ടിയാണോ തുറന്നു വിട്ടത്? നല്ല കുട്ടി, ഗുഡ് ഗേൾ. നീയാണാ കുഞ്ഞുമാലകല്ലേ? മമ്മ എന്തുപറ്റി? അമ്മയുടെ പുന്നാര മോൻ പോയി. എന്തിനാണ് തുറന്നു വിട്ടത്? ഞാൻ തുറന്നുകൊണ്ടൊന്നുമില്ല. അവളാ തുറന്നു വിട്ടെ, ക്യൂട്ടി ആണോ? അയ്യടാ, ചെറുക്കൻ വെറുതെ അല്ല ഫുഡ് കൊണ്ടെന്ന് പറഞ്ഞു. അകത്തിന് നല്ല ഫുഡ് അടിയായിരുന്നു. ഇത് ഇവിടെ ആര് കൊടുത്തത്? ഇതാരും എടുത്തത്? ഇത് ആര് കൊടുത്തത്? ഞാനല്ലോ. പിന്നെ ആരും കൊടുക്കാൻ? കള്ളം പറയരുത്. അമ്മ സത്യമായിട്ട് ഞാനല്ല. ഞാൻ എന്തിനാ കള്ളം പിന്നെ ആരാ കൊടുത്തവന്? പിന്നെ ഇതാര്? മക്കളാ കൊടുത്തേ? ആ നല്ല മക്കൾ കേട്ടാ. സുഖം പറഞ്ഞോടോ. അയ്യോ ചേട്ടനെ പട്ടണി കിട്ടില്ലല്ലോ. ജോജോ ഇവിടെ വന്നിരിക്കേ. ഞാൻ ഇരിക്കില്ല മമ്മി, ഞാൻ ഇരിക്കില്ല. അവൻ വന്നിട്ട് 2 പേട കൊടുക്കാണ്, ഞാൻ ജോയിന് 2 പേട കൊടുക്കാൻ ഇരിക്കില്ല. രണ്ടും വാങ്ങിക്കണ്ടേ നോക്കി. ആ ചേട്ടൻ വേഗം തന്നെ അവനെത്തി. എവിടെ ജോജോ മാറ, എനിക്ക് വീട്ടിൽ കയറണം. പള്ളൊരു സെന്റ് തോമസിന് നീ തറ പറ്റിച്ച പറ്റിച്ചിട്ട് തന്നെ പറഞ്ഞത്, തറയെ പറ്റിച്ചിട്ട് തന്നെ പറഞ്ഞതെന്ന്. കളിച്ചോണ്ട് നിൽക്കുമ്പോ ആരും ഇതിനെ മാർക്ക് ചെയ്താ? വരുന്ന വഴി മൊത്തം മാർക്ക് ചെയ്തതാണ് പപ്പ വന്നത്. എനിക്ക് കളിക്കാൻ പറ്റിയില്ല, ഞാൻ ഫിസിക്കലി അൺഫിറ്റ് എന്ന്. ഫിസിക്കലി അൺഫിറ്റ് ആകാൻ നിന്നെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പുറത്തുനിന്ന് കണ്ട ഒരു കുഴപ്പമില്ല, വർഷം മൊത്തം അകത്തല്ലേ. കാര്യം എന്താണ് പപ്പ? അതായത് നമ്മുടെ മറ്റേ ബ്യൂട്ടിയില്ലേ, ഞാൻ ആ റൂമിൽ കിടന്ന് വിശന്ന് ചാവാറായപ്പോ അവൾ എനിക്ക് എന്തൊക്കെയോ കൊണ്ടുവന്ന് പഴവോ എന്തൊക്കെയോ കൊണ്ടുവന്ന് തന്ന്. അതിനകത്ത് എന്തോ ഒരു സാധനം എന്റെ
എന്താടി ക്യൂട്ടിയല്ലേ കിടക്കുന്നേ? ക്യൂട്ടിയല്ലേ ഇവിടെ കിടക്കുന്നേ? ഉണത്തണ്ട, ഉറങ്ങിക്കോട്ടെ. എനിക്ക് പപ്പനെ കാണണം. എനിക്ക് പപ്പനെ കാണണം. എന്ത് പറ്റി ഫ്രെഡി? കിടന്നുറങ്ങാൻ നോക്ക്. വെള്ളം വേണോ? എന്താന്ന് കാര്യം പറയാൻ? എനിക്കിപ്പോ പപ്പനെ കാണണം. കൈ പിടിച്ച് അവരൊന്നും ഉറങ്ങായിരിക്കും. പപ്പായി ആരാ? ആരാ? ഓ തുറക്ക. ആരാണ്? എന്താ? അമ്മ ക്യൂട്ടി. ക്യൂട്ടിയല്ലേ കിടക്കുന്നേ? എന്തു പറ്റി? എന്തു പറ്റി? ഇയാള് കിടന്ന് ഉറങ്ങിക്കോട്ടെ. ജന്ന നിർത്തിയ ജാനി. ജന്ന എന്തു പറ്റിന്ന്? ഫ്രെഡി എന്താ പറ്റിയെന്ന് പറ. ഫുഡ് കഴിക്കണല്ലേ? വരാ മോനെ. ഇതൂടെ കഴിഞ്ഞിട്ട് വരാം. വാ, ലേറ്റ് ആയി. കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി പണിയെടുത്താൽ മതി. വരാന്നത് വരുന്നത് കുറച്ചുകൂടെ കഴിച്ചിട്ട് മതി. ഇനി ബാക്കി കഴിച്ചിട്ടൊക്കെ മതി. വാ, ഫുഡ് കഴിച്ചിട്ട് മതി. പൈപ്പടച്ചില്ല. വാ വാ, ഇപ്പൊ നമുക്ക് കിടക്കാം. വാ. Give me. പ്ലേറ്റ്. കിച്ചണിൽ കേറാത്ത ആൾക്കാര് കേറിയപ്പോ എന്താ ഇത്ര സ്ലോ? ഒന്നുമില്ല ചേട്ടാ, കൊണ്ടുവാ. പപ്പ എന്താ അവിടെ വരെ ഇതും കൊണ്ട് വരത്തുള്ളൂ? ഇങ്ങോട്ട് വരത്തില്ല. ചിക്കൻ റെഡി. വലിയ ജാട കാണിക്കാണ്. കിച്ചണിൽ എന്തോ സംഭവം ചെയ്യാറുണ്ട്. ഞാൻ വന്നിട്ട് തരാം. വന്നിട്ട് തരാം. ഡഗ്ലസ് എന്താ ഇത്? ഭക്ഷണം കഴിക്കുന്ന സമയം ഇവിടെ എത്തണമെന്ന് അറിയില്ലേ? കുറച്ച് പണിയുണ്ടായിരുന്നു ചൊല്ലുമോ. ഭക്ഷണം കഴിച്ചിട്ടുള്ള പണിയൊക്കെ മതി. അതാണ്. ബാ കഴിക്ക്. പപ്പ ചിക്കൻ കറി. ഫ്രെഡി ഫുഡില്ലേ? കൊണ്ടുവാ. മുതലാളിയാണോ കുക്കിംഗ്? എന്നാ ഞാൻ പുറത്തു പോയി കഴിച്ചോളാം. പുറത്തു പോയി കഴിച്ചോളാം. പപ്പ എടുത്ത് ചോദിച്ചിട്ട് പോക്കോ. പപ്പ നമുക്ക് ചോദിച്ചിട്ട് പൊക്കോന്ന് കഴിച്ചോളാം. ചാവണ ഞങ്ങൾ ചാവിട്ട്. ആടാ ചാവണത്. ഞാൻ സെർവ് ചെയ്യാം. കുക്ക് ചെയ്യാൻ സെർവ് ചെയ്യാനും അറിയാം. അതെ പപ്പ സോറി. ഫസ്റ്റ് എനിക്ക് ഓ കഴിക്കാം. ഇതിനാണ് വെറുതെ ബഹളം വെച്ചത്? കരഞ്ഞ് നിലവിളിച്ച് എന്തായിരുന്നു? അത് മമ്മ അതല്ല, ഞാൻ പെട്ടെന്ന് വന്നു കയറിയപ്പോ എന്റെ സ്വപ്നം കണ്ടില്ലേ? സ്വപ്നം? ചുമ്മാ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. വാ. ജോജോ മോനെ, ജോജോ മോനെ, ജോജോ മോനെ, ജോജോ മോനെ, ജോജോ മോനെ. അതന്നെ ഞാനും പറഞ്ഞത്. പേടിച്ചു.
ഫ്രെഡി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, ഒരു ആത്മാവിന്റെ സാന്നിധ്യം. ഐ ക്യാൻ ഫീൽ. കം ഔട്ട്, കം ഔട്ട് ഐ സേ. ഞാൻ റൂഫിൽ നിന്ന് വീണ് മരിച്ചതല്ല അപ്പ. It was not an accident. It was a murder. I was killed. Alex uncle. Yes, Papa. He killed me. Killed your cutie, Papa. 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 Take care. I'm gonna miss you. I'm gonna miss you so much. So much. ജന